ഫാറ്റി ലിവർ ഒരാൾക്കുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ളത് ക്ഷീണമാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാണ്ട് ഉണ്ടാകുന്ന ക്ഷീണം, അത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ക്ഷീണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വലത്തെ വാരിയലിന് താഴെ ഉണ്ടാകുന്ന ഒരു മൈൽഡ് പെയിൻ, അങ്ങനെ അസഹനീയമായ വേദനയൊന്നുമല്ല, ഒരു ചെറിയ വേദന. ഇത് ഫാറ്റി ലിവർ കൊണ്ട് മാത്രമല്ല, നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അവിടെ വേദന വരാം, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടെങ്കിൽ വരാം, അതുപോലെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിന് നീർക്കെട്ടുണ്ടെങ്കിൽ വരാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവരിലും ഈ ലക്ഷണം, പ്രത്യേകിച്ച് ലിവറിന് ആക്റ്റീവ് ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ വേദന അവിടെ തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം. അതിൻ്റെ പേരാണ് ലക്ഷണമൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ല. കാരണം നമുക്ക് ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കുവാണെങ്കിൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മദ്യപിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും ബ്ലഡിൽ. എന്നിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എൻ്റെ ലിവറിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കാറുണ്ട്. പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾ അവരോട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണ് ഡോക്ടറെ, അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹാർട്ട്, കിഡ്നി പോലുള്ള രോഗങ്ങൾ പോലെ അല്ല ലിവർ പ്രവർത്തിക്കുന്നത്. അതിന് വളരെ ഫങ്ഷണൽ റിസർവ് ഉണ്ട്. അത് ഒരു 50% കൂടുതലൊക്കെ ഡാമേജ് ആയാൽ തന്നെയാണ് നമുക്ക് ബ്ലഡിലൊക്കെ അതിൻ്റെ വാല്യൂസ് ഹൈ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ, പ്രത്യേകിച്ച് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ ബ്ലഡിൽ ഇതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ കാണണമെന്നില്ല. അത് കൃത്യമായി സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫാറ്റി ലിവർ ഇല്ലെന്നല്ല അർത്ഥം. അതുപോലെ വളരെ മെലിഞ്ഞവരിൽ ഫാറ്റി ലിവർ വരില്ലെന്നൊന്നുമില്ല. അതുപോലെ വളരെ പ്രായമായവരിൽ മാത്രം വരുന്ന ഒരു അസുഖം മാത്രമൊന്നുമല്ല. കാരണം നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന പല ഫാറ്റി ലിവർ രോഗികളും ഒരു 50% കൂടുതലും ഒരു 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മേൽപ്പറഞ്ഞ ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു USG സ്കാൻ എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഫാറ്റി ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗ്രേഡ് 1, 2 ഒക്കെ ആണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ആയതിനാൽ തന്നെ ഇത് എത്ര നേരത്തെ കണ്ടുപിടിക്കാവോ അത്രയും വേഗം നമുക്കിത് മാറ്റിയെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്.